ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ഒരടിപൊളി റെസിപ്പിയും കൊണ്ടാണ് ഞാൻ വന്നത്. നമ്മളൊക്കെ വീട്ടിൽ ഉണ്ടാകുന്നൊരു സാധനമാണല്ലോ റവ. ആ റവ മാത്രം വെച്ചിട്ട് നമുക്ക് പൂ പോലത്തെ വെള്ളാപ്പം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഒരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നമുക്ക് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാ ഞാൻ വെള്ളാപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതും റോസ്റ്റ് ചെയ്യാത്ത റവയാട്ടോ എടുത്തത്. അതിലേക്ക് ഇതാ ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 1/2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ ഏത് റൈസ് കൊണ്ടാണോ വെക്കുന്നത് അതിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് അവിലുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ വാങ്ങുന്ന അവിൽ, അതിട്ട് കൊടുക്കട്ടെ. വൈറ്റ് ആയാലും ഡാർക്ക് ആയാലും ഏത് കളറായാലും സാരയിൽ. ഞാനിപ്പോൾ പൊരി അവിലാണ് എടുത്തത് കേട്ടോ. നിങ്ങളത് അതാ ഉള്ളതെങ്കിൽ അതും എടുക്കാം. പിന്നെ അതിലേക്ക് ഇതാ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഇത് അരച്ചെടുക്കുന്നതിന് മുന്നേ കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 3 കപ്പ് വെള്ളം വേണ്ടി വന്നതിന്. ഇത് മൊത്തമായിട്ട് നമ്മൾ റവയൊക്കെ നല്ലപോലെ കുതിർന്ന് കുറച്ച് ലൂസായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ രൂപത്തിൽ ആക്കിയെടുക്കാൻ എനിക്ക് 3 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിന് കേട്ടോ. നിങ്ങളിനി 1 കപ്പ് റവ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയായിട്ട് എടുക്കാം കേട്ടോ എല്ലാം. പിന്നെ വെള്ളാപ്പത്തിന് അരച്ചെടുക്കുന്ന രീതി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ദോശക്കൊക്കെ അരച്ചെടുക്കുമല്ലോ, അതേ രീതിക്ക് തന്നെ അരച്ചിട്ടെടുത്താൽ മതി. ഒരു ഒത്ത ലൂസിൽ അരച്ചിട്ടെടുത്താൽ മതി കേട്ടോ. അധികം ലൂസായി പോകാനും പാടില്ല, അധികം ടൈറ്റായിട്ട് പോകാനും പാടില്ല. ഇനി ഇതാ ഞാനിത് 2 ഭാഗമായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട്, അത് നല്ലപോലെ അരച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രണ്ടാമത്തതും അതുപോലെ തന്നെ അരച്ചിട്ടെടുക്കുക. ആദ്യത്തത് ചെറിയ രീതിക്ക് ടൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് അരച്ചെടുക്കുന്നതിൽ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തൂവി പോകുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നല്ലപോലെ പൊന്തി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോണ്ടല്ലോ നല്ലപോലെ പൊന്തി വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വെളിച്ചമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുമ്പം നല്ല താണു പോയി കേട്ടോ. കാരണം നമ്മളിത് ഇതൊക്കെ ഒട്ടും ഇളകാൻ പാടില്ല. ഇളകി കഴിഞ്ഞാൽ അപ്പോഴും താണു പോകും കേട്ടോ ഈ പൊന്തി വന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്നേ ഉള്ളൂ കേട്ടോ. മേലെ വരെ പൊന്തി വന്നതാണ്. അപ്പോൾ നല്ല പോലെ നമുക്കിത് ഫെർമെൻ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കട്ടോ. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യൊക്കെ തടവി കൊടുത്തിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തിട്ട് എടുക്കൽ. ആദ്യത്തെ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ ഒരു 2-3 മിനിറ്റൊക്കെ ആകും കേട്ടോ. പിന്നുള്ളത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ആകെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. കാരണം ഉണ്ടല്ലോ ഇത് നല്ലപോലെ ചൂടായിട്ട് തന്നെ കിടക്കും കേട്ടോ. എല്ലാ ടൈമിലും ആദ്യത്തെ ചൂടാകാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കയ്യിലേക്ക് വെക്കുമ്പോൾ തന്നെ ഊരിങ്ങ് പോരുകയോ ചെയ്യുക. നല്ല സോഫ്റ്റാണ്, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുകയും ചെയ്യുക. ഒട്ടും ഒട്ടിപ്പിടിക്കലോ ഒന്നും ഇല്ല കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള റെസിപ്പിയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് നോൺ സ്റ്റിക്കിൽ മാത്രമേ ചെയ്തിട്ട് എടുക്കാൻ പറ്റൂ, ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റൂല കേട്ടോ. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഒട്ടിപ്പിടിക്കുകയോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ ചെയ്തിട്ട് എടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പം. അതുപോലെ തന്നെ നമുക്ക് വെറും റവ മാത്രമേ വേണ്ടൂ കേട്ടോ. അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പം നല്ല അടിപൊളിയിട്ട് വെള്ളാപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അരിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട വരുന്നില്ല. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്കിത് പൂ പോലെയും ഏത് രീതിക്ക് വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെള്ളാപ്പം ഉണ്ടാക്കിയെടുക്കട്ടെ. പിന്നെ ഞാൻ ഡാർക്ക് കളറായിട്ടുള്ള അവിൽ ചേർത്തുകൊണ്ട് മാത്രം കേട്ടോ ഈ ഒരു കളർ വരുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വൈറ്റ് അവില ചേർത്തെങ്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല വൈറ്റ് കളറായിട്ടുള്ള വെള്ളാപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഇത് നോൺ സ്റ്റിക്കിലും ഇതേ രീതിക്ക് ചെയ്തിട്ടെടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചാൾക്കൊക്കെ സംശയം ഉണ്ടാകും ഒട്ടിപ്പിടിക്കുമെന്നൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ചെയ്തിട്ടെടുത്തത്. ഏത് ചട്ടിയിലോ ഏത് പാത്രത്തിലോ വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളാപ്പം തന്നെ കാണുമ്പം തിരിയും. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. നമ്മളെ സാധാ അരി കൊണ്ട് ഉണ്ടാക്കുന്ന വെള്ളാപ്പത്തിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ക്രിസ്പി ആക്കി
ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കുക, സോഫ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കട്ടെ. ഏത് രീതിക്ക് വേണമെങ്കിലും ചെയ്തിട്ടെടുക്കുക. നല്ല പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. വെറും റവ മാത്രമല്ലേ വേണ്ട വരൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടുവരുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.